ഹായ് ഹലോ. അയ്യോ ഇടിച്ചു. ഇല്ല ഇടിച്ചില്ല, രക്ഷപ്പെട്ടു. എൻ്റെ അമ്മയെ ഞാൻ കരുതി ഇടിച്ചു എന്ന്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചെറിയൊരു ഉദ്ഘാടനമുണ്ട്. ഞാൻ മാത്രമല്ല, അച്ഛനും കൊണ്ട് എൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ്റെ സാരിക്കടയുടെ ഉദ്ഘാടനമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ ലൊക്കേഷനിലെത്തി. സാരി വേൾഡ് അഭിനന്ദ സിൽക്സ് എന്നാണ് കടയുടെ പേര്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയം ബെസേലിയസ് കോളേജിനടുത്തുള്ള ഈവ്സ് വേൾഡില്ലേ, അതറിയാമല്ലോ എല്ലാവർക്കും. അതിന് തൊട്ട് ഓപ്പോസിറ്റാണ്. ഞാനറിയാതെ വേറൊരു വ്ളോഗർ ഇവരെൻ്റെ കഞ്ഞി പറ്റിയിടൂ. അല്ല, അവൻ ക്യാമറാമാൻ ആയിരുന്നല്ലേ. ഞാനൊന്ന് പേടിച്ചു. എന്തായാലും അങ്ങനെ ലൊക്കേഷനിലെത്തി. അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ റിബണൊക്കെ കെട്ടി, മാലയിലല്ലോ പൂമാലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉദ്ഘാടനത്തിന് വരുന്ന ആതിര എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്, ഇൻഫ്ലുവൻസറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ബ്ലോഗിൽ വരുമ്പോഴത്തേക്കും കാണാവേ. കുട്ടാപ്പി നല്ല ക്യൂട്ടായിട്ട് ചിരിച്ചുകൊണ്ടിരിപ്പുണ്ടല്ലോ. ഇതേതായി കൊച്ചുകുഞ്ഞ്, അതെനിക്ക് മനസ്സിലായില്ല. ആരാണോ? അങ്ങനെ നമ്മൾ അവിടെ എത്തി. ലൊക്കേഷൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഞാൻ റോഡ് എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഏതാണെന്ന് മനസ്സിലായില്ല എന്ന് പറയരുത്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഇൻഫ്ലുവൻസർ, നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് ആരാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കോട്ടയംകാരാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആൾ ഇലക്ഷനൊക്കെ നിന്ന ഒരു അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു സെലിബ്രിറ്റിയാണ്. ഞാൻ ചേച്ചി എത്തി ഒട്ടും വൈകാതെ തന്നെ നമ്മൾ നേരെ ആ ചടങ്ങിലേക്ക് അങ്ങോട്ട് കടക്കുവാണ്. എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള സംശയം, എന്തിനായിരിക്കും ഈ ഉദ്ഘാടനത്തിന് റിബൺ മുടിച്ചകത്ത് കയറുന്നത്? അതെന്തായിരിക്കും? റിബൺ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വലിച്ചു കട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ വിഷമമായാലും എന്ന് ഓർത്ത് ഞാൻ ചോദിച്ചില്ല. എന്നാലും എന്തായിരിക്കും കാരണം? നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതേ റിബണൊക്കെ കട്ട് ചെയ്യുക. നമ്മുടെ നാട്ടിലെ ഒത്തിരി ആൾക്കാരൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം എൻ്റെ നാട്ടുകാരാണ്. ഇനി എൻ്റെ നാട്ടുകാരെ കണ്ടിട്ടില്ല എന്ന് പറയരുത്. അങ്ങനെ അരുണിയേട്ടൻ്റെ വൈഫും മോളും അച്ഛനും അമ്മയും ചേച്ചിയുടെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ അനിയത്തിയും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അകത്ത് കയറി ദീപം തെളിയിക്കുന്നുണ്ട്. ആ ചേച്ചി തന്നെയായിരുന്നു ദീപം തെളിയിച്ച്. അങ്ങനെ ഒരുവിധം എല്ലാ ചടങ്ങുകളും നല്ല അടിപൊളിയായിട്ടൊക്കെ നടന്നു. കുറേ മീഡിയാസും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഓൺലൈൻ മീഡിയാസ് ഇല്ലേ, മറ്റേ 3 Dots Entertainmentസോ അങ്ങനെയൊക്കെ പറയുന്ന കുറേ മീഡിയാസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴായിരുന്നു ഇവരൊക്കെ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ക്യൂട്ട് കുഞ്ഞാവനെ കണ്ടത്. അവൻ ആ മോളിൽ എന്തോ പൂ വേണമെന്നും പറഞ്ഞ് കിടന്ന് കരയുന്നുണ്ടായിരുന്നു. പൂ അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു. എനിക്ക് പറിച്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇനി അതെല്ലാം കൂടെ അവിടെ താഴെയിട്ട് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. എനിക്ക് പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ കൂടെ അറിയത്തില്ല. എനിക്ക് പേടിയാണ് പിള്ളേരെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഗണപതി പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു. ഗണപതി പ്രസാദം എല്ലാം കഴിച്ചു. എല്ലാം സെറ്റ് ചെയ്തു. എല്ലാവരുമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. ഈ കാണുന്നത് മാത്രമല്ല, അവരുടെ ഗോഡൗണിൽ ഇനിയും ഒരുപാട് കളക്ഷൻസ് ഇരിപ്പുണ്ട്. എല്ലാം ഒന്നും നമുക്ക് ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റിയില്ല ഉദ്ഘാടനം ആയതുകൊണ്ട്. അങ്ങനെ ഫസ്റ്റ് സാരി ചേച്ചിയുടെ അമ്മ ഏറ്റവും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൈസയൊക്കെ കൊടുത്തു. ചേച്ചി അനുഗ്രഹമൊക്കെ മേടിച്ച് അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല അഫോർഡബിൾ ആണ് ഇവിടെ. ഞാൻ നേരത്തെ ഒരു വ്ളോഗ് ചെയ്തില്ലായിരുന്നു, ഷൂട്ടിംഗ് ഡേ എന്ന് പറഞ്ഞിട്ട്. അത് ഇവരുടെ കടയുടെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇവർ ഒഫീഷ്യലി കട ലോഞ്ച് ചെയ്യുന്നത്. നേരത്തെ ഓൺലൈനായിട്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് കടയുണ്ട്, പിന്നെ ഓൺലൈനിലും ഉണ്ട്. അപ്പം ഞാൻ അവരുടെ പേജ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾ കയറി നോക്കണം കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല കിട്ടില സാരികളാണ്. അങ്ങനെ ഒരുവിധം എല്ലാം ഏകദേശം തിരക്കൊക്കെ കുറഞ്ഞ് വരാറായപ്പോഴത്തേക്കും അവർ ലഡു എടുത്തു. ഞാൻ പിന്നെ ഷുഗർ കട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം മൈൻഡ് ചെയ്തില്ല. പക്ഷേ ലഡു ഇങ്ങനെ എൻ്റെ മുന്നിൽ കൂടെ പോയപ്പോഴത്തേക്കും എനിക്കെന്തോ ഒരു വിഷമം. അങ്ങനെ ഞാൻ നേരെ പുറത്തേക്ക് ചെന്നു. നമ്മുടെ കുഞ്ഞാപ്പി ആ ഗ്യാപ്പിൽ മുട്ടായി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ട്രേ അവൾക്ക് പിടിക്കാൻ കൂടെ പറ്റുന്നില്ല. എന്നാലും അവൾക്ക് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് അവളത് കൊടുത്തു കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാനും ഇതുപോലെ ആയിരുന്നു, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്. എന്തായാലും അങ്ങനെ ഒരുവിധം ആരുടെയും കണ്ണിപ്പെടാതെ ഞാൻ ചെന്നൊരു ലഡു എടുത്തു. പറയുമ്പോൾ ഷുഗർ കട്ടാണെങ്കിലും ലഡു കാണുമ്പോൾ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ലഡു ഒക്കെ കഴിച്ച് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി ഞാൻ അവിടെ ഇരിക്കുകയാണ്. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്കൊരു സാരി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഒരു ഗ്യാപ്പ് കിട്ടിയാലേ എനിക്ക് കയറാൻ പറ്റുള്ളൂ. ഈ തിരക്കിനിടയിൽ ഞാൻ എങ്ങനെ കയറും? അങ്ങനെ ഞാൻ അവിടെ നിന്നുള്ള സാരികളെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, ഏതെടുക്കും എന്നുള്ളത്. തപ്പി ഞാൻ ഒരു സാരി കണ്ടുവച്ചിരുന്നു. അതൊരു ചേച്ചി എടുത്തോണ്ട് പോയി. എന്തോ ഗതികേടാണോ, എനിക്കൊരു ഗ്യാപ്പ് വരുമ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തോട്ടെ, പറ്റൂല, എനിക്കത് വേണം. അങ്ങനെ അത് പോയി. ആ പോയ വിഷമത്തിൽ ഞാൻ അടുത്ത സാരി തപ്പി അപ്പുറത്തെ സെക്ഷനിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഗ്യാപ്പിൽ കൂടെ ഒന്ന് കയറാൻ പറ്റണ്ടേ. അങ്ങനെ ഞാൻ തിരിച്ച് ഇപ്പുറത്ത് വന്നാൽ പിന്നെ തിരക്ക് കഴിഞ്ഞിട്ട് നോക്കാമല്ലോ എന്ന് കരുതി. എൻ്റെ സാരി എല്ലാവരും കൊണ്ടുപോയി. എനിക്ക് വിഷമമാവുന്നു. കൊള്ളാമല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു സാരിയൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്കറിയാം. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം വീണ്ടും സാരികളൊക്കെ നോക്കി. ഹാപ്പിയാണോ?
അതാണ് നമ്മുടെ മൊയിലാളി നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ നേരത്തെ വീഡിയോയിൽ മൊയിലാളി ഉണ്ടായിരുന്നു. മൊയിലാളിയാണ് എന്നെ വന്ന് കൊണ്ടുപോയത്. ഏതാ എൻ്റെ ഒരു റേഞ്ച് എന്ന് ഞാൻ പറഞ്ഞു ആ സാധനം. ഇനി ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും ആ വീഡിയോ കയറി കാണണം കേട്ടോ. അങ്ങനെ മൊയിലാളി ഹാപ്പി, മൊയിലാളിയുടെ വൈഫ് മൊയിലാളിച്ചി ഹാപ്പി. ഇത് നല്ല നല്ല കിടിലൻ സാരികളൊക്കെ എന്നെ എടുത്ത് കാണിക്കുന്നത്. ഇത് മൽക്കോട്ടനിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് സാരി. മൽക്കോട്ടൻ, എൻ്റെ പേരൊക്കെ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗോഡൗണിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് സാരിക്ക് ഇത്രത്തോളം പേരുണ്ടെന്നുള്ള കാര്യം തന്നെ ഞാൻ അറിയുന്നത്. എന്തൊക്കെ പേരുകളാണ്. എനിക്കാകെ സാരി, കോട്ടൺ സാരി, ജോർജറ്റ്, ഷിഫോൺ ഇതൊക്കെ അറിയത്തുള്ളൂ. അങ്ങനെ അവസാനം തപ്പി ഞാനൊരു സാരി എടുത്തു. ഈ കാണുന്ന സെമി മൊഡാലിൻ്റെ സാരി. ഇത് ഭയങ്കര കോമൺ ആണ്, പക്ഷേ എൻ്റെ കയ്യിൽ മാത്രമേ ഇല്ല. അങ്ങനെ ഞാൻ എനിക്ക് ഈ സാരി വേണമെന്ന് പറഞ്ഞ് ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. ചേച്ചി എനിക്ക് എടുത്തു തന്നെ. ഇനി നെക്സ്റ്റ് പരിപാടി പാക്ക് ചെയ്യാന്നുള്ളതാണ്. ഞാനെടുത്ത സാരി എനിക്ക് പാക്ക് ചെയ്ത് തരുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു തുണിക്കടയിൽ ചെന്നിട്ട് ആ തുണി എല്ലാം കൂടെ നിവർത്തി അവിടെ ഇട്ടിട്ട് അത് പിന്നെ തിരിച്ചെടുത്ത് മടക്കി വെക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു മാനസികാവസ്ഥയില്ലേ, എന്നതായിരിക്കും അല്ലേ. നമ്മളിതുപോലും ചിന്തിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ എൻ്റെ സാരി പാക്ക് ചെയ്തു, എനിക്ക് തന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനത് വാങ്ങിച്ചു, അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ കോട്ടയം ബെസേലിയസ് കോളേജിന് അടുത്താണ് ലൊക്കേഷൻ വരുന്നത്. എന്തായാലും നിങ്ങൾ കയറി ചെക്ക് ചെയ്യണം. നല്ല കിടിലൻ കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബായ്.